എല്ലാവർക്കും വന്ദനം. മെയ് മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരാഴ്ചയിൽ നമ്മളായിരിക്കുന്നു. ഈ ഒരാഴ്ച കൊണ്ട് ഈ മാസം നടക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. നാം ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ലക്ഷണമാണ്. മറ്റൊന്നിലും ആശ്രയിക്കാതെ. ചിലർ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് വായിക്കുന്ന പോലെ സൈന്യബലത്തിൽ ആശ്രയിക്കാതെ, സമ്പത്തിൽ ആശ്രയിക്കാതെ, കായിക ബലത്തിൽ ആശ്രയിക്കാതെ, അറിവിൽ ആശ്രയിക്കാതെ, കർത്താവേ എനിക്ക് അങ്ങയെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൽ അങ്ങ് അടിയുറച്ച് ആശ്രയിക്കുമ്പോൾ അതിനെ നമുക്ക് വിശ്വാസമെന്ന് വിളിക്കാം. കർത്താവേ, നീയല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആശ്രയിക്കുമ്പോൾ അതൊരു വലിയ അനുഗ്രഹമായിട്ട് മാറും. ഞാനൊരു കഥ കേട്ടിട്ടുള്ളത്, ഒരു കുട്ടി അമ്മയുടെ കൂടെ പഴയ മിഠായി കടയിൽ ചെന്നേക്കണം. അപ്പം മിഠായി ഭരണികളുണ്ട് പഴയ. ഇപ്പോൾ അത് വളരെ കുറവായിട്ടാണ് വരുന്നത്. അപ്പോൾ പല മിഠായി ഭരണികളിലും കുപ്പി ഭരണികൾ അതിലൂടെ കാണാം. അപ്പോൾ അവനൊരു മിഠായി ഭരണിയിൽ നോക്കി നിൽക്കുകയാണ് അമ്മ സാധനങ്ങൾ വാങ്ങും. അപ്പോൾ കടക്കാരൻ ചോദിച്ചു, നല്ല മനുഷ്യൻ ചോദിച്ചു, മോന് മിഠായി വേണോ? എടുത്തോ. അവൻ പറഞ്ഞു, അങ്കിൾ എടുത്തു തന്നാൽ മതി. അമ്മ പറഞ്ഞു, മോൻ എടുക്ക്. വേണ്ട, അങ്കിൾ എടുത്തു തന്നാൽ മതി. അങ്കിൾ എടുത്തപ്പോൾ അങ്കിളുടെ കൈ നിറച്ച് ആ വലിയ കൈ കൊണ്ട് അങ്ങോട്ട് എടുത്തു കൊടുത്തു. അവനെടുത്തിരുന്നെങ്കിലോ അവൻ്റെ കുഞ്ഞി കയ്യിൽ 1-2 മിഠായിയെ കിട്ടും. ഇപ്പോൾ 10-20 മിഠായി അവൻ്റെ കയ്യിൽ വന്നു. ഇതുപോലെ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഇതുപോലൊരു വ്യത്യാസം വരും. ദൈവത്തെ ഭരമേൽപ്പിക്കുകയാണ്. കർത്താവ് സൗഖ്യമാക്കുമ്പോൾ, കർത്താവ് വിടുവിക്കുമ്പോൾ, തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും ബുദ്ധിമുട്ട് മുഴുവനും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്താൽ എങ്ങനെയുണ്ടാകും? ഫിലിപ്പിയർ 4:19 പോലെ. അതുപോലെ ദൈവത്തിന് ചെയ്യാൻ കഴിയും. ദൈവത്തിൽ ആശ്രയിക്കുക. ദാവീദ് അങ്ങനെയായിരുന്നു. അതായിരുന്നു അവൻ്റെ വിജയം. ഇതുപോലെ നമുക്ക് ദൈവത്തിൽ മാത്രം നമ്മുടെ ആശ്രയം വെക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ആരാധിക്കാം. യേശുവേ എൻ തോഴനെ കണ്ടേ, എനിക്കെല്ലാമായവനേ, പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനേ, ശാരോനിൻ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ, തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു, എൻ ഭാരമെല്ലാം ചുമക്കാമെന്ന്
ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ശാരോനിൻ പനിനീർ പുഷ്പം അവനെ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് ഈ ആഴ്ചയും. അതിനകത്ത് 42-ാമത്തെ വാക്യം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ആര്? പത്രോസിന്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഈ കൂട്ടർ. ഇവർ പരിശുദ്ധാത്മാഭിഷേകവും പ്രാപിച്ചു. ഇതെല്ലാം പെട്ടെന്നാണ് നടക്കുന്നത്. ഇതെല്ലാം ദൈവത്തിന്റെ വലിയ പരിവർത്തിയാണ്. വലിയ ശക്തി അവിടെ വ്യാപരിക്കുകയാണ്. ഇവരാരും പിന്നീട് പല വഴിക്ക് തിരിയുന്നില്ല. രക്ഷിക്കപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു, പിന്നീട് അവരെന്തെല്ലാം ചെയ്തു അതാണ് അവിടെ കാണുന്നത്. 4 കാര്യങ്ങൾ അവർ ചെയ്തു. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. കൂട്ടായ്മ. ആരുടെ കൂടെ കൂട്ടായ്മ? അവിശ്വാസികളുമായി ഇണയല്ല പിണ കൂടുന്നില്ല. അവരെ വിശ്വാസികളുമായി കൂട്ടായ്മ ആചരിച്ചു. വിശ്വാസികളുടെ കൂട്ടായ്മ. 3-ാമത്തെ കാര്യം, അവർ അപ്പം നുറുക്കി. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അടുത്തത് പ്രാർത്ഥന കഴിച്ചു. 4 കാര്യങ്ങൾ അവിടെ നടന്നത്. 1-ാമത്തെ കാര്യമാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. കേൾക്കണം. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പലർക്കും ആഴ്ചയിൽ ഒരു ദിവസമാണ് സഭയിൽ വരാൻ കിട്ടുന്നത്. എന്നാൽ അത് ഇന്നത്തെ കാര്യമാണെങ്കിൽ അന്ന് അവരുടെ സഭായോഗം ദിവസവുമായിരുന്നു. എല്ലാ ദിവസവും അവർ ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും പ്രാർത്ഥന. 21 ദിവസത്തെ ഉപവാസം അല്ല, 40 ദിവസം ഇന്ന് കാണുന്ന പോലെയുള്ള ഉപവാസങ്ങളല്ല. എല്ലാ ദിവസവും അവർ ഒരുമിച്ച് കൂടി. ഓരോ ദിവസവും കൂടുന്തോറും അവരുടെ കൃപ വർദ്ധിക്കുകയാണ്, അവരുടെ അഭിഷേകം വർദ്ധിക്കുകയാണ്, അവരുടെ ശക്തി വർദ്ധിക്കുകയാണ്, അവരുടെ ധൈര്യം വർദ്ധിക്കുകയാണ്, അവരുടെ പ്രതീക്ഷകൾ പ്രത്യാശ വർദ്ധിക്കുകയാണ്. അവർ എല്ലാ നിലയിലും വർദ്ധിക്കുകയാണ്. അപ്പോൾ ആത്മീക ജീവിതത്തിൽ വലിയ വർധനവ് വേണമെങ്കിൽ കൂട്ടായ്മകൾ ആവശ്യമാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം അവിടെ വേണം. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ തൊട്ടതും ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ തൊട്ടതുമായ ദൈവവചനം, ഇതാണ് അപ്പോസ്തലന്മാർക്ക് പറയാനുള്ളത്. യേശു കൊടുത്ത ഉപദേശങ്ങൾ മുഴുവനും ഈ അപ്പോസ്തലന്മാരിൽ നിന്ന് ഇവരങ്ങോട്ട് പ്രാപിക്കുകയാണ്. അതിനാണ് ഇരിക്കുന്നത്. അപ്പോൾ വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നു എന്ന് റോമാലേഖനം 10:17 പറയുന്നു. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുമ്പോൾ ഇവർക്ക് എന്താ ഉണ്ടാകുന്നത്? ഇവർക്ക് എന്താ നേട്ടം? ഇവർക്ക് വീട്ടിലിരുന്നാ പോരെ? ഇല്ല. ഇവരുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. വിശ്വാസത്തിനൊരളവുണ്ട്. കേൾക്കുന്നതിനനുസരിച്ച് വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് മലകൾ മാറിക്കൊണ്ടിരിക്കും, അത്ഭുതങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ അപ്പോസ്തോലിക ഉപദേശം ഇവരുടെ ജീവിതത്തെ മാറ്റുകയാണ്. എന്നാൽ പഴയ നിയമത്തിൽ മോശയുടെ ഉപദേശവും
എസ്രാ പുരോഹിതന്റെ ഉപദേശവും പഴയ നിയമത്തിലുള്ള പുരോഹിത വർഗങ്ങളുടെ പരീശന്മാരുടെ ഉപദേശവും ഇവർക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ല. കാരണം അവർ വീണ്ടും ജനിച്ചവരല്ലായിരുന്നു. യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഒരാൾ വീണ്ടും ജനിക്കുകയാണ്. അകത്തൊരു മനുഷ്യൻ ജനിക്കുകയാണ്. മരണമടഞ്ഞിരുന്ന ഒരാത്മാവ് ജീവൻ പ്രാപിക്കുകയാണ്. 30-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടാൽ 30-ാമത്തെ വയസ്സിലാണ് ഇതാ ആത്മാവ് ജനിക്കുന്നത്. അന്നു മുതൽ 31-ാമത്തെ വയസ്സ് വന്നപ്പോൾ ആത്മാവിന് 1 വയസ്സായി. ഇനി 70-ാമത്തെ വയസ്സിലാണ് യേശുവിനെ സ്വീകരിച്ചതെങ്കിൽ 71 വയസ്സാകുമ്പോൾ അവിടെ 1 വയസ്സായ ഒരു കുഞ്ഞ് പിറക്കുകയാണ്, അല്ലെങ്കിൽ 1 വയസ്സുള്ളൊരു കുഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഒരാൾ യേശുവിനെ സ്വീകരിച്ച അന്ന് മുതൽ ആ വ്യക്തിക്കൊരു വിശപ്പും ദാഹവുമുണ്ട്. അത് വെള്ളത്തിനായുള്ള ദാഹമല്ല, അപ്പത്തിനായുള്ള വിശപ്പുമല്ല, അത് ദൈവിക വിശപ്പാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കരയും. അതിന് ദാഹവും വിശപ്പും വരുമ്പോൾ അമ്മയെ വിളിക്കുന്നതാണ്. ആ കരച്ചിൽ കേൾക്കുമ്പോൾ അമ്മയ്ക്കറിയാം വിശപ്പ്, ദാഹം ഭൂമിയിലെല്ലാ ജീവികൾക്കും ദൈവം വെച്ചിരിക്കുന്നതാണ്. ഈ വിശപ്പും ദാഹവും ഇല്ലാതെ നമുക്കൊരിക്കലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയില്ല. ആത്മീക വിശപ്പും ആത്മീക ദാഹവും. യേശു പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹമില്ലെങ്കിലോ കുടിക്കാൻ കഴിയില്ല. പണ്ടൊരാൾ പറഞ്ഞതുപോലെ അയാളുടെ കട്ടിലിൻ്റെ അരികിൽ തലയുടെ ഭാഗത്ത് ഒരു ചെറിയ സ്റ്റൂളുണ്ട്. സ്റ്റൂളിൽ 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഒന്നിൽ വെള്ളം നിറച്ചും മറ്റൊന്നിൽ കാലിയായ ഗ്ലാസും. അപ്പോൾ ആരോ ചോദിച്ചു, ഈ 2 ഗ്ലാസ് വെച്ചിരിക്കുന്നത് ഒന്ന് നിറഞ്ഞ ഗ്ലാസ്, അതെന്തിനാ? ദാഹം വരുമ്പോൾ. മറ്റേ ഗ്ലാസ് എന്തിനാ വെച്ചിരിക്കുന്നത്? അത് ദാഹമില്ലാത്തപ്പോഴാണ്. ഇതൊരു തമാശയാണ്, നിങ്ങൾ ചിരിച്ചോന്നറിയില്ല. ദാഹിക്കുന്നവർക്ക് വെള്ളം വേണം, ദാഹിക്കാത്തവർക്ക് ശൂന്യമായിരിക്കും. ദാഹമില്ലെങ്കിൽ, ഒരു ആത്മീക വിശപ്പില്ലെങ്കിൽ നിർബന്ധിച്ചാലും പ്രാർത്ഥിക്കാൻ കഴിയില്ല. പലരും ബൈബിൾ വായിക്കുമ്പോൾ ഉറങ്ങൂല്ലേ? അത് വിശപ്പില്ലാഞ്ഞിട്ടാണ്. പലർക്കും ഈ അഭിഷേകം പ്രാപിക്കാനൊന്നും ഇന്ന് സഭകളിൽ ആർക്കും വലിയ താല്പര്യമില്ല. കിട്ടിയാ കിട്ടട്ടെ, അങ്ങനെ നിൽക്കരുത്. അതിനു വേണ്ടി വലിയൊരു ദാഹം ഉണ്ടാകണം. ഒരു വലിയ വിശപ്പും വലിയൊരു ദാഹവും അതുണ്ടെങ്കിൽ പിന്നെ ജീവിതം മാറി മറിയും. അപ്പോസ്തലന്മാരുടെ ഉപദേശം ഇവർക്ക് കൊടുക്കുന്നത് അതാണ്. ഈ ഉപദേശം കേൾക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. അവർ വളരുകയാണ്. വചനം കൊണ്ടല്ലാതെ വിശപ്പ് മാറില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ഇങ്ങനെ പ്രബോധനങ്ങൾ കേട്ടും വചനം കേട്ട് അപ്പോസ്തലന്മാരിങ്ങനെ മാറി മാറി പഠിപ്പിക്കുകയാണ്. പത്രോസ് കഴിയുമ്പോൾ യോഹന്നാൻ, അത് കഴിയുമ്പോൾ അന്ത്രയോസ്, ഇങ്ങനെ മാറി മാറി ബർത്തലോമായി ഇവര് എല്ലാം എഴുന്നേറ്റ് 3.5 കൊല്ലം യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ, ഇവർക്ക് പറ്റിയ അബദ്ധങ്ങൾ, തമാശകൾ എല്ലാം പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് കർത്താവിൽ അങ്ങോട്ട് സന്തോഷിക്കുകയാണ്. പലരും ചിന്തിച്ചിരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വന്നാൽ പിന്നെ ഭയങ്കര സീരിയസ് ആയിരിക്കണം, പിന്നെ ചിരിക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത്. സഭയെന്ന് പറഞ്ഞാൽ ഒരു വീടാണ്, അതൊരു സന്തോഷത്തിൻ്റെ ഇടമാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. സന്തോഷമില്ലാത്ത ഒരിടത്ത് അധിക നേരം നമുക്ക് സമയം ചെലവഴിക്കാൻ കഴിയില്ല. അത് കൂട്ടുകാരാണെങ്കിലും ആരോടുകൂടെയാണെങ്കിലും സമയം ചെലവഴിക്കണമെങ്കിൽ സന്തോഷം വേണം. നമുക്ക് സന്തോഷമില്ലാത്ത ആരുടെയും കൂടെ നമ്മൾ സമയം ചെലവഴിക്കില്ല. അപ്പോസ്തലന്മാർ യേശുവിൻ്റെ സന്തോഷത്താൽ നിറഞ്ഞവരാണ്. അവർ സന്തോഷത്തിൻ്റെ ആത്മാവിൽ ആനന്ദതൈലം കൊണ്ട് നിറഞ്ഞവരായതുകൊണ്ട് അവരുടെ അടുക്കൽ ഇരുന്ന് ഈ വചനം കേൾക്കുകയാണ്. അനുഭവങ്ങൾ
പത്രോസിന് പറ്റിയ അബദ്ധം മുഴുവൻ യോഹന്നാൻ എഴുന്നേറ്റ് പറയുമ്പോൾ, യോഹന്നാന് പറ്റിയ കുറേ അബദ്ധങ്ങൾ അന്ത്രയോസ് എഴുന്നേറ്റ് പറയുന്നു. പിന്നെ അവരവരുടെ അബദ്ധങ്ങൾ പടകിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന കർത്താവേ, നശിച്ചു പോയാൽ ഞങ്ങൾ നശിച്ചു പോകും, നിനക്ക് വിചാരമില്ലേ? കർത്താവ് എഴുന്നേറ്റ് അവരെ വഴക്ക് പറഞ്ഞതും അവർക്ക് പറ്റിയ അബദ്ധവും, പടകിൽ കർത്താവ് കടലിൽ നടന്നു വരുമ്പോൾ വള്ളത്തിൽ ഒരാളെ ഇറങ്ങിയുള്ളു, ബാക്കി 11 പേർക്ക് പറ്റിയ അബദ്ധം. അയ്യോ, നിങ്ങൾക്കിങ്ങനെ ഉണ്ടാകരുതേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ തോമാസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാനായിരുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും അവിശ്വാസി. കർത്താവിൻ്റെ കൂടെ ചാകാനാണെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ലാസറിൻ്റെ കലറക്കി ചെന്നപ്പോൾ കൊല്ലാൻ വന്നവരൊക്കെ ദേ യേശുവിനെ മുട്ടുകുത്തി ആമെ വണങ്ങുന്നു. ലാസറിനെ പുറത്തോട്ട് എടുത്തതോടുകൂടി, മരിച്ച് നാറ്റം വെച്ചവൻ പുറത്തോട്ട് വന്നതോടുകൂടി ആ ദേശത്തിൻ്റെ അന്തരീക്ഷം തന്നെ നമ്മുടെ കർത്താവ് മാറ്റിക്കളഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേട്ട് ഇവരുടെ വിശ്വാസത്തിൻ്റെ ലഹരിയങ്ങോടുകൂടി ഇവർ ലഹരി പിടിച്ചവരായിട്ട് മാറി. കള്ള് ഷാപ്പിൽ ഈ മുഴുക്കുടിയന്മാർക്ക് എല്ലാ ദിവസവും ഷാപ്പിൽ പോകണം. ചിലർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ കയറിയിട്ട് ഒരു കുപ്പിയായിട്ടൊക്കെ വരുന്ന പോലെയല്ല. ചിലർ രാവിലെ പോയാൽ പിന്നെ വൈകിട്ട് വരെ ഈ ബാറിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ വഴി കിടക്കും. ഈ ലെവലിലോട്ട് ഇവർ വന്നു. ഈ മദ്യത്തിൻ്റെ പ്രത്യേകത, ഈ ലഹരിയുടെ പ്രത്യേകത, ഇത് സ്വർഗീയ ലഹരിയാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ എല്ലാ വേദനകളും മറന്നുപോകും, ഭയം മാറിപ്പോകും, നിരാശകൾ മാറിപ്പോകും, അസാധാരണമായ ധൈര്യം, പ്രത്യാശ, ഇതൊക്കെയാണ് ഈ ലഹരിക്കകത്തുള്ളത്. അതുകൊണ്ട് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ചു. അവരൊരുമിച്ച് കൂട്ടായ്മയിലാണ്, അവരൊരുമിച്ചാണ് കൂടുന്നത്. ഈ കൂട്ടായ്മയിലാണ് ഇമ്പാർട്ടേഷൻ നടക്കുന്നത്. അസോസിയേഷൻ അനോയിന്റിങ് എന്ന് പറയാം. ഒരു കൂട്ടായ്മ, അഭിഷേകമുള്ള ഒരു കൂട്ടായ്മയിലോട്ട് വന്നാൽ ബാക്കിയുള്ളവർ കൂടി അഭിഷേകം പ്രാപിക്കും. കത്തിയ വിറക് കൂട്ടത്തിൻ്റെ ഇടയിലോട്ട് ഒരു പച്ച വിറക് വെച്ചു കൊടുത്താൽ അതും കത്തും. എന്നാൽ പച്ചവിറകുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടിരിക്കുന്നിടത്ത് ഒരു ഉണങ്ങിയ വിറക് വെച്ചതുകൊണ്ട് കത്തണമെന്നില്ല. വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ നല്ല കത്തുന്ന വിറകിൻ്റെ അടുത്ത് ഒരു പച്ചവിറക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേഗത്തിൽ തീപിടിക്കും. ഇതുപോലെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ എനിക്ക് ആരയച്ചു തന്നു. കേടായ മാങ്ങയോട് മുട്ടി നല്ലൊരു മാങ്ങ അതിനും കേടുപിടിച്ചു. ചീഞ്ഞതിനോട് ആരടുത്തിരിക്കുന്നോ അതിനും ചീച്ചലുണ്ടാവും. എന്നാൽ സുഗന്ധത്തോട് ആരടുക്കുന്നുവോ അതും സുഗന്ധമാകും. അതുകൊണ്ടാണ് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം. മുല്ലപ്പൂ എന്ന് പറഞ്ഞൊരു വള്ളിച്ചെടിയാണ്. അതിൻ്റെ മുകളിൽ നിന്ന് ഈ മുല്ലപ്പൂ സീസണിൽ വീണ് താഴെ കിടക്കുമ്പോൾ താഴത്തെ കല്ലെടുത്ത് മണത്താലും മുല്ലപ്പൂവിൻ്റെ മണമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം. കൂട്ടായ്മയുടെ പ്രത്യേകത അഭിഷേകമുള്ള കൂട്ടായ്മയാണോ, ആരാധനയുള്ള കൂട്ടായ്മയാണോ, വിശ്വാസം നിറയുന്നൊരു കൂട്ടായ്മയാണോ? എന്താ നിങ്ങളുടെ കൂട്ടായ്മ? നിങ്ങൾ ഈ ഫുട്ബോളിനെ കുറിച്ച് പറയുന്നൊരു കൂട്ടായ്മയാണോ, യേശുവിനെ കുറിച്ച് പറയുന്ന കൂട്ടായ്മയാണോ? വ്യത്യാസമാണ് രണ്ടും. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ടോ, അവിടെ വിടുതൽ നടക്കും. ഈ കൂട്ടായ്മയുടെ പ്രത്യേകത അതാണ്. അതിനകത്ത് അഭിഷേകത്താൽ ജ്വലിച്ചു നിൽക്കുന്ന, കർത്താവിനെ തൊട്ട് നടന്നവർ, പെന്തക്കോസ്ത് നാളിൽ പ്രാപിച്ചവർ, അവരവിടെ ഉള്ളതുകൊണ്ട് കൂടെ വന്നിരിക്കുന്ന എല്ലാ പച്ചവറകും തീപിടിക്കും. അവർ കൂട്ടായ്മയെ ആചരിച്ചും അപ്പം നുറുക്കിയും ഒരുമിച്ച് ഭക്ഷണം, ഹൃദയപരമാർത്ഥതയോടെ ഭക്ഷണം കഴിച്ചു. എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കും. ഭക്ഷണം കഴിച്ചും പ്രാർത്ഥന കഴിച്ചും പോന്നു. അതൊരു സന്തോഷമാണ്. എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചാലും അവർക്ക് മടുക്കുന്നില്ല.
ഈ 1 മണിക്കൂറോ പ്രാർത്ഥിക്കുന്നത്, 2 മണിക്കൂർ, ഇതെങ്ങനെയാണ് 3 മണിക്കൂർ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. പ്രാർത്ഥിക്കും തോറും ആനന്ദമാണ്. ദർശനം കാണുന്നു, വെളിപ്പാട് കാണുന്നു, കൃപകൾ ജ്വലിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര റിസൾട്ടുകളാണ്. അങ്ങനെയായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സഭ. ഇന്നും അങ്ങനത്തെ സഭകളുണ്ട്. നിങ്ങൾ പോകുന്ന സഭ അങ്ങനെ ആയിരിക്കണം. നമ്മുടെ സഭകൾ അങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 1-ാം നൂറ്റാണ്ടിലെ അനുഭവം, പരിശുദ്ധാത്മാവിലുള്ള സഭകൾ ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ. പ്രൈസ് ജനറേഷൻ അങ്ങനെ ആകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കൂടുതൽ കൃപയുള്ളൊരു കൂട്ടായ്മയായിട്ട് വരണം. പ്രാർത്ഥിക്കാം. യേശുവേ, ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ ആഴ്ചയിൽ, ആരംഭ ദിവസത്തിൽ, തിങ്കളാഴ്ചയിൽ ഞങ്ങൾ ഇരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുതം ചെയ്യണമേ. ഒരു അപ്പോസ്തോലിക അഭിഷേകവും ഒരു അപ്പോസ്തോലിക കൂട്ടായ്മയും ഒരു അപ്പോസ്തോലികമായ പ്രാർത്ഥനയും ഞങ്ങളിൽ നിറയ്ക്കണമേ കർത്താവേ. കേൾക്കുന്നവർക്കെല്ലാം കൃപ ലഭിക്കണം. വരുന്നവർ ഈ ആത്മാവിൽ നിറയണം. ശമൂവേലിന്റെ അടുക്കൽ വന്നവരെല്ലാം പ്രവചിച്ചു എന്ന് വായിക്കുന്നത് പോലെ ഈ അന്തരീക്ഷത്തിലേക്ക് വരുന്നവർ വീണ്ടും ജനിക്കണം. പാപബോധമുണ്ടാകണം. ജീവിതത്തിൽ രൂപാന്തരമുണ്ടാകണം. ദൈവശക്തിയുള്ളവരായി മാറണം. കർത്താവ് അത് ചെയ്യണം. ഇന്നത് കേൾക്കുന്ന എല്ലാവർക്കും ഈ ആഴ്ചയിൽ വലിയ ദൈവപ്രവർത്തികൾ കാണാനിടയാകണം. സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുകൾ പ്രാപിക്കട്ടെ, നന്മകൾ പ്രാപിക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, വഴികൾ തുറക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഈ മെയ് മാസത്തിൽ ചില വഴികൾ തുറക്കുമെന്ന് ദൈവം പറഞ്ഞത് വാഗ്ദത്ത നിവൃത്തിയുടെ വർഷത്തിലെ ഒരു മെയ് മാസത്തിൽ ഈ മാസം കൊണ്ട് പിടിക്കാനുള്ളതെല്ലാം പ്രാർത്ഥിച്ച് പിടിക്കണം. പ്രാർത്ഥനയിൽ നമുക്ക് ഈ ആഴ്ചയിൽ ഉറ്റിരിക്കാം. കർത്താവ് വലിയ ഒരു അനുഗ്രഹത്തിലേക്ക് നയിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലസ് യു.